ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് മൈഥിലിയോട് സംസാരിച്ചതിന് ശേഷം ആ ഓഫീസർ കാർത്തി അകത്തേക്ക് വിളിപ്പിക്കുന്നതാണ്. കാർത്തിക്, കാര്യങ്ങളെല്ലാം ഞങ്ങൾ അറിഞ്ഞു. നിങ്ങളുടെ ഭാര്യയ്ക്ക് ഒരു എക്സ്ട്രാ മരിറ്റൽ അഫെയർ ഉണ്ടായിരുന്നു. അതൊക്കെ ശരി തന്നെ. നിങ്ങൾക്കിപ്പോൾ അവളോട് ക്ഷമിക്കാനും സമ്മതമാണ്. പക്ഷേ എല്ലാത്തിനും എതിര് നിൽക്കുന്നത് നിങ്ങളുടെ വീട്ടുകാരാണല്ലേ എന്നൊക്കെ അവർ പറയുമ്പോൾ കാർത്തി പറയുകയാണ്, നിങ്ങളോട് ആരാ ഈ കള്ളമൊക്കെ പറഞ്ഞത്? കാർത്തിക്, നിങ്ങളുടെ കാര്യം ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. നിങ്ങളുടെ ഭാര്യ ഇപ്പോൾ നിങ്ങളോടും കുഞ്ഞിനോടുമൊപ്പം ഒരുമിച്ച് ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അവർക്ക് ഒരവസരം കൂടി കൊടുത്തുകൂടെ എന്ന് ചോദിക്കുമ്പോൾ ഇതൊക്കെ കേട്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് കാർത്തി. ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞ് കാർത്തി ദേഷ്യത്തോടെ പുറത്തേക്ക് ഇറങ്ങുന്നു. പുറത്തു നിൽക്കുന്ന മൈഥിലിയെ കണ്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് കാർത്തി. ദേഷ്യത്തോടെ കാർത്തി തന്റെ വണ്ടിയിലേക്ക് കയറുമ്പോൾ മൈഥിലിയും പിന്നാലെ ചെന്ന് കയറുകയാണ്. പിന്നീട് കാണിക്കുന്നത് അമിതമായ വേഗത്തിൽ വണ്ടി ഓടിക്കുന്ന കാർത്തിയാണ്. ഇത് കണ്ട് പേടിയോടെ നിൽക്കുകയാണ് മൈഥിലി. കാർത്തി, പതിയെ പോ കാർത്തി എന്നൊക്കെ മൈഥിലി പറയുന്നുണ്ടെങ്കിലും ദേഷ്യത്തോടെ തന്നെ കാർത്തി വണ്ടി ഓടിക്കുന്നു. കാർത്തി, നമ്മുടെ കുഞ്ഞിനെ കുറിച്ചെങ്കിലും ഓർക്കാനൊക്കെ മൈഥിലി പറയുന്നുണ്ടെങ്കിലും കാർത്തി അതിനൊന്നും തന്നെ ചെവി കൊള്ളുന്നില്ല. അങ്ങനെ ചെമ്പകമംഗലത്ത് എത്തിയതിനു ശേഷം മൈഥിലിയെ വലിച്ച് അകത്തേക്ക് കൊണ്ടുപോവുകയാണ് കാർത്തി. അതിനുശേഷം മൈഥിലിയുടെ മുഖമടക്കി കാർത്തി ഒന്ന് കൊടുക്കുന്നു. എന്താ ഇവിടെ എന്ന് ചോദിച്ചുകൊണ്ട് എല്ലാവരും അങ്ങോട്ടേക്ക് വരുമ്പോൾ കാർത്തി നടന്ന കാര്യങ്ങളെല്ലാം അവരോട് പറയുകയാണ്. ഞാൻ നിങ്ങളോട് പണ്ടേ പറഞ്ഞതില്ലേ, ഇവളെല്ലാം പ്ലാൻ ചെയ്തിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നതെന്ന്. അപ്പോൾ നിങ്ങളല്ലേ ഒന്നും വിശ്വസിക്കാതിരുന്നതെന്ന് മീനാക്ഷി പറയുമ്പോൾ ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായി തന്നെ അറിയാമെന്ന് ദേഷ്യത്തോടെ കാർത്തി പറയുന്നു. നിനക്കെന്താ മൈഥിലി, എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് കൈമള ചോദിക്കുമ്പോൾ എൻ്റെ കുഞ്ഞാണ് എനിക്ക് വലുതെന്നും അതുകൊണ്ട് ദയവ് ചെയ്ത് എന്നെയും ഇവിടെ നിൽക്കാൻ അനുവദിക്കണമെന്ന് പറഞ്ഞ് പൊട്ടിക്കരയുകയാണ് മൈഥിലി. നിന്റെ അടവൊന്നും ഇനി ഇവിടെ നടക്കാനേ പോകുന്നില്ല. നീ ഇന്ന് തന്നെ ഇവിടെ ഇറങ്ങണമെന്ന് ദേഷ്യത്തോടെ രാജലക്ഷ്മി അമ്മ പറയുമ്പോൾ ഇവള് അടവ് പിടിച്ചവൾ തന്നെ, എന്തൊക്കെ അഭിനയങ്ങളാ കാണിക്കുന്നതെന്ന് മനസ്സിൽ പറയുകയാണ് മാലതി. എന്നെ നിങ്ങളെല്ലാവരും കുഞ്ഞിൻ്റെ അമ്മയായിട്ട് മാത്രം കണ്ടാൽ മതി. എനിക്ക് എൻ്റെ കുഞ്ഞിനെ പിരിഞ്ഞ് പോകാൻ പറ്റാത്തത് കൊണ്ടാ. ദയവ് ചെയ്ത് എന്നെ അതിന് അനുവദിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മൈഥിലി അവിടെ നിന്ന് പൊട്ടിക്കരയുമ്പോൾ മാലതി പറയുകയാണ്, എന്തൊരു അഭിനയമാ ഇവളുടേത്. നീ എന്താ ഇതൊന്നും ആദ്യം ചിന്തിക്കാഞ്ഞത്? നീ എന്തിനാ എന്നിട്ട് കാർത്തി ഇട്ടിട്ട് എൻ്റെ ആങ്ങളുടെ പിന്നാലെ പോയത് എന്നൊക്കെ ദേഷ്യത്തോടെ ചോദിക്കുകയാണ് മാലതി. എൻ്റെ കുഞ്ഞിനെ വിട്ടുപിരിഞ്ഞ് ഒരു നിമിഷം പോലും ഞാൻ ഇനി ജീവിക്കില്ല. എൻ്റെ കുഞ്ഞിനെ തന്നേക്ക്, ഞാൻ എവിടെയെങ്കിലും പോയി എൻ്റെ കുഞ്ഞുമായി ജീവിച്ചോളാമെന്ന് മൈഥിലി പറയുമ്പോൾ അതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ലെന്ന് എല്ലാവരും പറയുന്നു. ഇത് കേൾക്കുന്ന മൈഥിലി ദേഷ്യത്തോടെ പറയുകയാണ്, എങ്കിലേ മൈഥിലിയുടെ മറ്റൊരു മുഖം നിങ്ങൾ കാണാൻ പോവുകയാ. കുഞ്ഞിനെ നിങ്ങൾ എനിക്ക് തന്നേ മതിയാകൂ. ഇല്ലെങ്കിലേ എൻ്റെ കുഞ്ഞിനെ നിങ്ങളെല്ലാവരും കൂടി ഇവിടെ പിടിച്ചു വച്ചിരിക്കുകയാണെന്ന് പറഞ്ഞ് ഞാനൊരു കേസ് കൊടുത്താലേ നിങ്ങളെല്ലാവരും അകത്തായിരിക്കുമെന്ന് മൈഥിലി പറയുമ്പോൾ ദേഷ്യത്തോടെ മൈഥിലിയുടെ മുഖമടക്കിയൊന്ന് കൊടുക്കുകയാണ് കാർത്തി. മര്യാദയ്ക്ക് എന്നെ ഇവിടെ നിർത്തിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞിനെ കാണാം, ഇല്ലെങ്കിലേ എൻ്റെ കുഞ്ഞിനെ കൊണ്ട് ഞാനങ്ങ് പോകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മൈഥിലി അകത്തേക്ക് പോകുമ്പോൾ എല്ലാവരും ദേഷ്യത്തോടെ നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് കുഞ്ഞിൻ്റെ കാര്യമുറത്ത് വിഷമത്തോടെ നിൽക്കുന്ന മീനാക്ഷിയും കാർത്തിയുമാണ്. അതേസമയം മൈഥിലി എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുകയാണ് രാജലക്ഷ്മി അമ്മയും കൈമളും. ഇതൊക്കെ കണ്ട് സന്തോഷത്തോടെ നിൽക്കുന്ന മൈഥിലിയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.